അസ്സലാമലൈക്കും. മലയാളികൾ മറന്നു തുടങ്ങിയ ഒരു ഭക്ഷണമാണ് മുതിര. മുതിരയും വാഴത്തണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് നല്ലതും താരതമ്യേന വില കുറഞ്ഞതുമായ ഒരു ഭക്ഷണമാണ് മുതിര. ഉയർന്ന അളവിൽ പ്രോട്ടീനും ഫൈബറും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോളിനെ കുറവ് വരുത്താനുള്ള കഴിവും ഇതിനുണ്ട്. വാഴപ്പിണ്ടിയും മുതിരയും വെച്ചുള്ള കൂട്ടാൻ പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മുതിരയാണ്. ഇതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വറുത്തെടുക്കുന്ന സമയം ഇതിന്റെ നിറം വല്ലാതെ മാറിപ്പോവും. നിറം വല്ലാതെ മാറിപ്പോയി ഒരു പൊട്ടി തുടങ്ങും. ഇതിന് ചട്ടിയിൽ നിന്ന് പൊട്ടി തുടങ്ങും. ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. പൊട്ടി തുടങ്ങിയാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കാം. ചട്ടിയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക, പരത്തി കൊടുക്കുക. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇത് കുക്കറിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. മുതിരയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീട് 4 വിസിൽ മീഡിയം ഫ്ലെയിമിലും അങ്ങനെയാണ് വേവിക്കേണ്ടത്. മുതിര വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വാഴപ്പിണ്ടി കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് വാഴപ്പിണ്ടി. വാഴപ്പിണ്ടി ശരീരത്തിലെയും ഉദരത്തിലെയും വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. കുടലിന്റെയും വയറിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ദഹനം എളുപ്പമാക്കാനും ഈ വാഴപ്പിണ്ടിക്ക് കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പുറം തൊലിയൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കളയുക. പിന്നീട് ഇതുപോലെ വട്ടത്തിലാക്കി മുറിച്ചെടുക്കുക. വട്ടത്തിലാക്കിയ കഷ്ണത്തിന്റെ ഓരോന്നിന്റെയും ഉള്ളിൽ ഇതുപോലെ നല്ലപോലെ നാരുകൾ ഉണ്ടാകും. ഈ നാരുകളൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കളയണം. വളരെ സാവധാനമാണ് ഇത് കളയേണ്ടത് കേട്ടോ. പെട്ടെന്ന് ധൃതി പിടിച്ചാൽ ഇത് പൊട്ടിപ്പോകും. പിന്നീട് ഇതിനെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മാറ്റി കൊടുക്കണം. മുഴുവനായും ഇതുപോലെ കഷ്ണങ്ങളാക്കി മാറ്റുക. ഒന്ന് കഴുകിയെടുക്കുക. ശേഷം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വേവാൻ വെച്ച മുതിര ഉണ്ടല്ലോ, അത് വേവായിട്ടുണ്ടാവും. ഈ മുതിര വേവിച്ച കുക്കറിലേക്ക് മുതിരയോടൊപ്പം തന്നെ ഈ വാഴപ്പിണ്ടിയും ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം വാഴപ്പിണ്ടിന്റെ ഉള്ളിലകത്ത് നിറയെ വെള്ളം തന്നെയാണ്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. 2 വിസിൽ വരുമ്പോഴേക്കും ഇത് നല്ലപോലെ വേവായിട്ടുണ്ടാവും. പിന്നീട് ഇതിൽ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് ഇതൊന്ന് വറുത്തിടാം. വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വെളുത്തുള്ളിയും 2-3 ചെറിയ ഇത് വളരെ ചെറിയ രീതിയിൽ തന്നെ കഷ്ണങ്ങളാക്കി മാറ്റുക. പിന്നീട് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. 2 വറ്റൽമുളക് കൂടെ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച മുതിരയും ഉണ്ണിപ്പിണ്ടിയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നല്ലപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. ആ വെള്ളത്തിനെ വറ്റിച്ചെടുക്കും. ഇത് തൂമിച്ചെടുക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ പറയാം. ഇങ്ങനെ ഉള്ളിയൊക്കെ വെച്ചിട്ട് എണ്ണയിലിട്ട് ഇങ്ങനെ തൂമിച്ചെടുക്കുന്ന സമയത്ത് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്താൽ അത് പ്രത്യേക തരം ഒരു മണമാണ്. ഒരു ആകർഷിക്കുന്ന ഒരു ഇഷ്ടപ്പെടുന്ന മണം. ഞാൻ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുതിരയ്ക്ക് ഒരുപാട് ഔഷധ ഗുണമുണ്ട് എന്നുള്ളത്. പക്ഷെങ്കിൽ മുതിര ഇങ്ങനെ വറുത്ത് വെച്ച് കഴിക്കുന്നതിലും നല്ലത് മുതിര പുഴുങ്ങി കഴിക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. ഈ മുതിരയിൽ അയണും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിളർച്ചയുള്ളവർക്കും അമിതമായ ക്ഷീണമുള്ളവർക്കും ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുതിര ഒരുപാട് ഫലപ്രദമാണെന്നാണ് പറയുന്നത്. രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് മുതിരക്കുണ്ട്. ശരീരത്തിലെ നീർക്കെട്ടിനെ ഇല്ലാതാക്കാനും ഇതിന് കഴിവുണ്ട്. വിലയിലോ വളരെ കുറവുള്ളതുമായ ഈ മുതിര എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ കഴിക്കാം നമുക്ക്. അപ്പോൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടാനൊക്കെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.